എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മോർണിംഗ് റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് തിങ്കളാഴ്ച രാവിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ മുറ്റത്ത് അഴുക്കൊല്ലിൽ നിറയെ തുണികൾ കിടക്കുന്നുണ്ട്. അത് ഞായറാഴ്ച ചാലശ്ശേരി പൂരമായിരുന്നല്ലോ, അപ്പോൾ അതിന് പോയി വന്നപ്പോൾ രാത്രി 11 മണി 11:30. അപ്പോൾ പിന്നെ ഗ്രില്ലൊന്നും തുറന്നിട്ട് തുണികളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ആ തുണിയൊക്കെ ഇനി രാവിലെ ഒന്ന് വെയിൽ കൊണ്ടതിൻ്റെ ശേഷം എടുത്ത് വെക്കാം എന്നാണ് വിചാരിച്ച് അവിടെ തന്നെ ഇട്ടെടുക്കുകയാണ്. പിന്നെ അടുപ്പ് കത്തിക്കേണ്ട പരിപാടിയാണ്. അടുപ്പ് ഇതിപ്പോൾ ശിവരാത്രിക്ക് എല്ലാവരും വരുമ്പോൾ ചുക്കുവെള്ളമെല്ലാം അധികം വേണ്ട, അപ്പോൾ അതിന് കത്തിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഇപ്പം അത് സ്ഥിരമാക്കിയ പോലെയാണ് കേട്ടോ. എനിക്കൊട്ടും ഇഷ്ടമല്ല ഈ അടുപ്പ് കത്തിക്കണത്. ഇത് കത്തിക്കുമ്പോൾ കിച്ചണിലേക്ക് അങ്ങോട്ട് കയറിപ്പോകണം, പിന്നെ വന്നിട്ട് ഇത് തീ നീക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഈ അടുപ്പ് അങ്ങനെ കത്തിക്കാമെന്നില്ല. പിന്നെ വിറക് ഇഷ്ടംമാതിരി ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും മഴയൊക്കെ പെയ്യുന്ന വരെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മഴ പെയ്യണോണ്ട് ഞാൻ ഈ വിറക് പുരയിലേക്ക് ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നനയണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ്. അപ്പോൾ അതെടുത്ത് വന്നിട്ട് കത്തിക്കാൻ കേട്ടോ. കത്തി പിടിക്കണേ ഇല്ല. പിന്നെ ഞാനത് ഒടുക്കം മണ്ണെണ്ണ ഒഴിച്ചു. മുന്നേ കത്തിക്കണം എന്ന് പ്ലാനുള്ള സമയത്തൊക്കെ ഞാൻ കുറച്ചായിട്ട് വിറക് ഇങ്ങനെ ശേഖരിച്ച് വെക്കും. ഇപ്രാവശ്യം ഞാൻ വിറകൊന്നും ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അടുപ്പ് ഞാൻ ഉപയോഗിക്കണം എന്നും വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ ചുക്കുവെള്ളം വെക്കാൻ കേട്ടോ. ചുക്കുവെള്ളം ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ വലിയൊരു പാത്രത്തിൽ തന്നെ ചുക്കുവെള്ളം കുടിക്കും. ഇത് ഓരോ ദിവസവും വെക്കും കേട്ടോ. ഓരോ ദിവസവും ഇത്ര വെള്ളം വയ്ക്കാറുണ്ട്. പിന്നെ ഒരുപാട് തുണികൾ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിലേക്ക് പോണതിൻ്റെ മുന്നേ തന്നെ തുണികളൊക്കെ സോപ്പിലിട്ട് വെച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കിച്ചണിലേക്ക് കയറാമെന്ന്. പിന്നെ ഏട്ടനെ ഇവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തീ നീക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്നാൽ തീയും കൂടി നീക്കിക്കൊള്ളു, ഇല്ലെങ്കിൽ 2 സ്ഥലത്തേക്കും ഓടി നടന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ തീയും കെടും. പിന്നെ കിച്ചണിൽ പോയിട്ട് പിന്നെയും ചെയ്യണം. അപ്പോൾ ഞാൻ ഒരാളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുക, എന്നാൽ അത് ചുക്കുകളും ചോറും ആവുന്നവരെ. അപ്പോഴേക്കും ഇതേ മോൾ എണീറ്റ് വന്നു. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് എണീറ്റു. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം രാവിലത്തെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മതി പഠിക്കാൻ പോകുക എന്നാണ് പറഞ്ഞത്. ഞാൻ വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും മസാലക്കറിയും പൂരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടനപ്പോൾ പറഞ്ഞു എനിക്ക് വഴുതനങ്ങയുടെ കറിയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇന്നലെ ഉണ്ടാക്കി സാമ്പാർ മതി. ഇന്നലെ ഞാൻ രാവിലെ പോകാൻ നേരത്ത് സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു. അത് കഴിച്ചിട്ടാണ് രാവിലെ പൂരം കാണാൻ പോയത് കേട്ടോ. ചേച്ചിയുടെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ പൂരമൊക്കെ കണ്ട് രാത്രി 11:30 ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കണില്ല. ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മസാലക്കറി പോലെ വെക്കുകയാണ്. ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും കറി വയ്ക്കുന്നുണ്ട്. പിന്നെ പൂരി ഉണ്ടാക്കുന്നുണ്ട്. പൂരിയാണെങ്കിൽ ഏട്ടന് നല്ല അങ്ങനെ മുരിഞ്ഞിങ്ങനെ കരിഞ്ഞ പോലത്തെ പൂരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ എൻ്റെ മോർണിംഗ് വ്ളോഗ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഏതായാലും അതിൽ എണ്ണ കഴിഞ്ഞു. പിന്നെ ഉപയോഗിച്ച എണ്ണ വീണ്ടും ചൂടാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു 4 പപ്പടം കൂടി ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കാച്ചിയിട്ട് അങ്ങോട്ട് വെച്ചു. ഇനി ആ എണ്ണ അതിലൊന്നും എണ്ണ ഇല്ല ഇനിയും, പിന്നെ ഉള്ള ഇത് ഇനി ഉപയോഗിക്കാനും പാടില്ലല്ലോ. അപ്പോൾ ആ എണ്ണ ഇനി അത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പപ്പടം കൂടി ഉച്ചയ്ക്ക് ഉള്ളത് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കുക. ചായ മോൾക്ക് ഏട്ടനൊന്നും ചായ വേണ്ട, നീട്ടൂടിനെ മാത്രമാണ് ഏട്ടൻ ചായ കുടിക്കുള്ളൂ. ഞാൻ രാവിലെയും പിന്നെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചായ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ള ചായയും ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഫ്ലാസ്ക് പൊട്ടി, ഇത്രയും കാലം ഫ്ലാസ്ക്കാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലാസ്ക് പൊട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നിച്ച് ചായ ഉണ്ടാക്കി വെക്കുക ചെയ്യാറ്. അപ്പോൾ പിന്നെ എനിക്ക് മാത്രമുള്ള ചായ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഫ്ലാസ്ക് പൊട്ടിയ കാരണം അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മോള് വന്നിട്ട് അവൾക്കുള്ളത് എടുത്ത് കൊണ്ടുപോയി. പിന്നെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. അമ്മേനെ ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ രാവിലെ തന്നെ പോകുമ്പോൾ അനിയത്തിയുടെ വീടിൻ്റെ കൂറ്റനാട് അവിടേക്ക് ആക്കി കൊടുത്തിരുന്നു. അമ്മ പിന്നെ 2 ദിവസം അവിടെ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പൂരം കാണാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മേനെ അങ്ങോട്ട് ആക്കിയത് കേട്ടോ. പിന്നെ ഏട്ടൻ പോയതിൻ്റെ ശേഷം
ഞങ്ങൾ ഭക്ഷണമൊക്കെ അപ്പോഴേക്ക് കഴിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ഏട്ടൻ പോയതിൻ്റെ ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ചുക്കുവെള്ളം വാങ്ങിയിട്ട് ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ഒരുപാട് തുണികൾ കഴുകാനുണ്ട് കേട്ടോ. പിന്നെ അതെങ്ങോട്ട് പോയാലും അങ്ങനെയാണ്, ഒരുപാട് തുണി കഴുകാനുണ്ടാവും. പറയുമ്പോൾ അന്നന്നത്തെ തുണി കഴുകി വെക്കണം തന്നെയാണ്. ഇവിടെ വാഷിംഗ് മെഷീനിൽ ഞാൻ കല്ലിൽ തന്നെ കഴുകാറും. അന്നന്നത്തെ തുണി കഴുകിയാലും പിന്നെയും തുണി ഉണ്ടാവും. ഒരു 3 അഴുക്കോലുണ്ട് കേട്ടോ വടുക്കോർത്ത്. ആ 3 അഴുക്കോലുമ്പിലും ഡെയിലി ഫുള്ളായിട്ട് തുണി കഴുകാനുണ്ടാവും. പിന്നെ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഈ വീട്ടു ജോലിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് ഈ തുണി കഴുകുക എന്നുള്ളത്. ഉണങ്ങി അത് കൊണ്ടുപോയി വയ്ക്കാനും മടക്കാനും ഒക്കെ മടിയാണ്. പക്ഷെ തുണികൾ കഴുകുക, ഉജാല പിഴിഞ്ഞിടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ലാവിഷായിട്ട് തന്നെ തുണികൾ എടുത്ത് ഇങ്ങനെ ഇടും കേട്ടോ. ഒന്ന് പോയി അത് മാറ്റിയിട്ടാണ് പിന്നെ എങ്ങനെയും പോകണമെങ്കിൽ വേറൊരു ഡ്രസ്സ് എടുത്തിടും. അതന്നെ ഇടില്ല. അതിടാനുള്ളതേ ഉള്ളൂ, ഒന്നങ്ങോട്ട് പോയി വന്നിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ മോളോടായാലും പറയും, നീ നിനക്ക് വേണ്ട ഇട്ടോ എന്ന് പറയും. കഴുകി ഇടാൻ എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ ഒരു അഴുക്കൊല്ലിക്ക് മാറ്റിയിട്ടിട്ട് ഇന്ന് കഴുകണതൊക്കെ വേറെ വിരിച്ചിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വീട്ടുജോലിയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ അത് ക്ലീൻ ചെയ്യാതെ ഇരിക്കാനും എനിക്കിഷ്ടമല്ല. എത്ര ഇഷ്ടമില്ലെങ്കിലും ഞാൻ എന്തായാലും ഡെയിലി അടിച്ചു വാരി തുടച്ചിടാറുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, ഏത് ജോലി ചെയ്യാനാണ് അധികം ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ തുണി കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ. രാവിലെ ചായ കുടിക്കുന്നതിന് മുന്നേ നീട്ട് ഉടനെ കുളിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയും പോണ ദിവസങ്ങളിൽ മാത്രമാണ് അതൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ സാവധാനത്തിലാണ് ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ തിരുമ്പിയിട്ട് കുളിക്കാനൊക്കെ കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ തിങ്കളാഴ്ചത്തെ മോർണിംഗിലെ കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ തുണികളൊക്കെ കഴുകി, ഇപ്പോൾ പിന്നെ നല്ല വെയിലാണല്ലോ, അതുകൊണ്ട് എത്ര തുണി വേണമെങ്കിലും കഴുകിയിട്ടാൽ ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ തുണികൾ കഴുകി ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തായിരുന്നു നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും